ശിവഗിരി മഹാസമാധിമുറ്റത്ത് ശ്രീനാരായണ ഗുരുദേവൻ നട്ടുപരിപാലിച്ച പ്ലാവ്, 122 വർഷം പഴക്കമുള്ള പ്ലാവ്. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ പ്ലാവിനെ ബാധിച്ചിട്ടുണ്ട്. ചില കൊമ്പുകൾ ഉണങ്ങി, ചില കൊമ്പുകളുടെ ഇലച്ചാർത്തുകൾ കുറഞ്ഞപ്പോൾ ശിഖരങ്ങൾക്ക് പരിക്കുപറ്റി. പ്ലാവിൻ്റെ ദീർഘകാല സംരക്ഷണമാണ് ഇനിയുള്ള ലക്ഷ്യം. ഫെബ്രുവരി 1 പൂയന്നാളിൽ പ്ലാവിന് സുഖചികിത്സ തുടങ്ങി. ഈ സുഖചികിത്സ പ്രകൃതിയോട് മനുഷ്യർക്കുള്ള ബാധ്യതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഒരു പ്ലാവിൻ്റെ കഥയല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ശാശ്വത ബന്ധത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. 195ലധികം വൃക്ഷങ്ങൾക്ക് സുഖചികിത്സ നൽകി അവയുടെ കേടുപാടുകൾ തീർത്ത വൃക്ഷ ആയുർവേദ ചികിത്സകനായ ബിനുമാഷിൻ്റെ നേതൃത്വത്തിലാണ് മഹാസമാധിമുറ്റത്തെ പ്ലാവിനും സുഖചികിത്സ നൽകുന്നത്. 221ാമത്തെ മരത്തിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടീം വൃക്ഷായുർവേദം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വർക്കലയിൽ ശിവേരിയിലെ മഹാസമാധിയുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനാണ് ഇപ്രാവശ്യം ചികിത്സ നൽകുന്നത്. 23 കൂട്ടം മരുന്നുകൾ ചേർത്ത മിശ്രിതമാണ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലാവ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വിഴാലരിയും അരിപ്പൊടിയും ചേർത്ത മിശ്രിതം ആദ്യം തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഈ മരുന്നുകൂട്ട് പ്ലാവിൽ പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ പ്ലാവ് പൂർണ്ണ ആരോഗ്യ സ്ഥിതിയിൽ എത്തിച്ചേരും. 122 വർഷം പഴക്കമുണ്ട് ഈ പ്ലാവിന്. പ്ലാവിൻ്റെ നാട്ടുപ്ലാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 85 വർഷം മുതൽ 100 വർഷം വരെയാണ്. എന്നാൽ ഇതിപ്പോൾ 122 വർഷമായി. അങ്ങനെ പ്രായം ചെന്നതോടുകൂടി ഇതിൻ്റെ ശിഖരങ്ങൾക്ക് ഉണക്ക് ബാധിച്ചു, വേരുകൾക്ക് ഉണക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴൊക്കെയോ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചതിനകത്ത് വന്നിട്ടുള്ള ചില പാകപ്പിഴകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാവിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഉണങ്ങിത്തുടങ്ങി. ആ സമയത്താണ് ഞങ്ങളെ വിളിച്ചത്. എന്തായാലും ഈ ഗുരുദേവൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. കാരണം ഗുരുദേവൻ്റെ കരസ്പർശമേറ്റ 3ാമത്തെ പ്ലാവിനാണ് ചികിത്സ നൽകുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. 1 തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലെ പ്ലാവ്, 2 ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു വളർന്ന ഗുരുകുലം, ചെമ്പഴന്തിയിലെ ഗുരുകുലത്തിൽ 400-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള പ്ലാവ്, 3ാമതാണ് ഇവിടുത്തെ പ്ലാവിന് ഉള്ള ചികിത്സ. ഗുരുദേവൻ്റെ ജീവചരിത്രത്തിൽ എപ്പോഴും പ്രകൃതിയുമായിട്ട് കൂടിച്ചേർന്ന് ഞങ്ങളൊക്കെ പറയും ഒരു ഇക്കോ ഫോക്ക് ആണ് ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി മനുഷ്യൻ എന്ന് പറയും. പ്രകൃതിക്ക് വേണ്ടി പ്രകൃതിയെ മനുഷ്യന് തുല്യമായിട്ട് കണ്ട് അതിനെ പരിചരിച്ച ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് ഇക്കോ ഫോക്കാണ് അദ്ദേഹം. പുതിയ വാക്ക് 2020 രൂപം കൊണ്ട വാക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇക്കോ ഫോക്ക് എന്ന് പറയും, പ്രകൃതി മനുഷ്യൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം, മഹാഗുരുദേവൻ്റെ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് 3ാമത്തെ പ്ലാവിന്, അദ്ദേഹം നട്ടുപരിപാലിക്കുന്ന 3ാമത്തെ പ്ലാവിന് ഉള്ള ചികിത്സയ്ക്കുള്ള അവസരം എനിക്ക് ലഭിച്ചത് ജീവിതത്തിലെ ധന്യമായ ഒരു നിമിഷമായി കാണുന്നു. പാലും പഴവും തേനും വിരാലരിയും കദളിപ്പഴവും രാമച്ചവും തൊണ്ടുകളയാത്ത ഉഴുന്നും അരിച്ചെടുത്ത വിവിധതരം മണ്ണും പച്ചച്ചാണകവുമൊക്കെ അടങ്ങുന്ന 26 ഇനം മരുന്നുകൂട്ടുകളാണ് പ്ലാവിൻ്റെ സുഖചികിത്സയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ചികിത്സയ്ക്ക് ശേഷം 6 മാസക്കാലം പ്ലാവിന് വിശ്രമവും വിധിച്ചിട്ടുണ്ട്.